ദുബായിൽ വെച്ചാണ് അതിക്രമം ഉണ്ടായത് എന്നാണ് നിവിൻ പോളിക്കെതിരെ പരാതി നൽകിയ യുവതി 24 പറഞ്ഞത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്താണ് പീഡിപ്പിച്ചത് എന്ന് പറയുന്നു. ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ട് നടപടി ഉണ്ടായില്ല എന്ന് യുവതി 24 പറഞ്ഞിരിക്കുകയാണ്. യുവതിയുടെ പ്രതികരണത്തിലേക്ക്. നടൻ നിവിൻ പോളിക്കെതിരെ പരാതി നൽകുകയും അതിൽ കേസെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ പരാതി നൽകിയ വ്യക്തി യുവതി നമ്മളോടൊപ്പം 24 ചേരുകയായിരുന്നു. ഇപ്പം നിങ്ങളുടെ പരാതിയിൽ FIR ഇട്ടിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്. അപ്പം എങ്ങനെയായിരുന്നു ഈ സംഭവം, എവിടെ വെച്ചായിരുന്നു, ആ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാൻ പറ്റും? ദുബായിൽ വെച്ചായിരുന്നു. ഞാൻ AK സുനിൽ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറെ പരിചയപ്പെട്ട് അവിടെ വെച്ച് ആദ്യം ഇവരെ പരിചയപ്പെടുത്തുന്ന ഒരു ശ്രേയ എന്ന് പറഞ്ഞൊരു പെൺകൊച്ചായിരുന്നു. എന്നെ പുറത്തോട്ട് കൊണ്ടുപോകാമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ 3 ലക്ഷം രൂപ മേടിക്കുകയും അത് കഴിഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് തരാതിരിക്കുകയും പിന്നെ സിനിമയിൽ ചാൻസ് മേടിച്ച് തരാമെന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തരുവാണ് ചെയ്തത്. AK സുനിൽ പുള്ളിയുടെ കെയർ ഓഫിലാണ് നിവിൻ പോളിയും വേറെ ബാലൻസ് ഉള്ള അവരുടെ ഗുണ്ടകളെന്നാണ് എന്നോട് പറഞ്ഞത് അവരെ പരിചയപ്പെട്ടത്. പിന്നെ അവരെന്നെ റൂമിൽ പൂട്ടിയിടുകയും കുറച്ച് നേരിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ ക്യാമറ വയ്ക്കുകയും ഞങ്ങളുടെ ബെഡ്റൂം സീൻ എടുക്കുകയും പിന്നെ ഭീഷണിപ്പെടുത്തുകയും, അതായത് നമ്മളെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുമെന്നും ഹസ്ബൻഡിൻ്റെ മോനും വണ്ടി ഇടിപ്പിച്ച് കൊല്ലുമെന്നും പാമ്പിനെ കൊത്തിച്ച് കൊല്ലുമെന്നും ഗുണ്ടകളെ വിട്ടാക്രമിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നിരന്തരം ഭീഷണികളുണ്ടായിരുന്നു. ദുബായിൽ വെച്ചാണോ ഇതെല്ലാം നടന്നത്? ദുബായിൽ വെച്ച് നടന്നു. ഞാൻ അവിടെ നിന്നുകൊണ്ട് വീട്ടിൽ ക്യാമറ വെച്ചു, അതായത് എൻ്റെ വീട്ടിൽ ക്യാമറ വെപ്പിച്ചു. ഇപ്പം നിങ്ങൾ നിലവിലുള്ള വീട്ടിൽ ക്യാമറ വെച്ചു എന്നാണ് പറഞ്ഞത്? അതെ. ഇതിപ്പം 6ാം പ്രതിയാണ് നിവിൻ പോളി. നിവിൻ പോളി നിങ്ങളെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നാണ് നിങ്ങൾ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്? അന്ന് ശാരീരികമായിട്ട് ഉപദ്രവിച്ചു, ശാരീരികമായും മാനസികമായും നമ്മളെ ഉപദ്രവിച്ചു. ബാക്കിയുള്ളവരുടെ ഒരു കാര്യങ്ങൾ, ബാക്കി മറ്റ് തുടങ്ങിയ ആളുകളുടെയൊക്കെ പേരുകളുണ്ടല്ലോ, അവരൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഉപദ്രവിച്ചത്? അല്ലെങ്കിൽ ഇത് തുടങ്ങിയത് AK സുനിൽ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടാണ് ഈ ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഫാമിലി എന്തോ ഇഷ്യൂസ് ഉണ്ടായി. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളിയുടെ ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിട്ട് ഇതിനകത്തോട്ട് ഇടപെടുത്തുകയായിരുന്നു ബാക്കിയുള്ളവർ. അവരുടെ ഗുണ്ടകളായിട്ടാണ് ഈ നിവിൻ പോളി, ബിനു, കുട്ടൻ, ബഷീർ എന്ന് പറഞ്ഞ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ഉപദ്രവിക്കാൻ തുടങ്ങിയത്. നിവിൻ പോളി ഇപ്പോൾ FB പറയുന്ന അസത്യമാണ് പ്രചരിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ സത്യം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുന്നുള്ളതാണ്. നിങ്ങൾ നുണയാണ് പറയുന്നത്? സത്യം തെളിയിക്കാൻ ഏതറ്റവും വരെയും പോവും. ചെയ്തവരാരും ചെയ്തു എന്ന് പറയുന്നില്ലല്ലോ, എല്ലാവരും ചെയ്തില്ല എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ സത്യം തെളിയിക്കാൻ എവിടം വരെ പോകാൻ പറ്റുമോ അവിടം വരെ പോകാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ ഇതിപ്പം ഇതിന് മുന്നേ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു അവസ്ഥ? ഇതിനു മുമ്പ് ഞാൻ അർഷിത മേഡത്തിന് പരാതി നൽകി. അത് ലോക്കൽ സ്റ്റേഷനിൽ അന്വേഷിക്കുക. അവിടെ ദുബായിൽ നടന്ന സംഭവം ആയതുകൊണ്ട് ഇവിടെ തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്വേഷിക്കാൻ വേറെ തെളിവില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇത് തെളിവിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയി ട്രിവാൻഡ്രത്ത് പോയി കൊടുത്തത്. പരാതിയിൽ ഉറച്ചു നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്? പരാതിയിൽ ഉറച്ച് മുമ്പോട്ട് പോവുകയാണ്. ഇതിപ്പം മറ്റുള്ളവർ നിങ്ങൾ എങ്ങനെയാണ് ഉപദ്രവിച്ചത്? ആ കാര്യങ്ങൾ അവരൊക്കെ മറ്റ് കുറേ പ്രതികളുടെ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അതിനകത്ത്? അങ്ങനെ കുറച്ച് മയക്കുമരുന്നുകൾ യൂസ് ചെയ്ത് നമുക്ക് ബോധമില്ലാത്ത രീതിയിൽ നമ്മളെ അവിടെ നിർത്തുകയായിരുന്നു. ഈ കേസ് കൊടുത്തതിന് ശേഷം ഞങ്ങൾ കഞ്ചാവ് കപ്പിൾസ് എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഹണി ട്രാപ്പ് പ്രതികളാണെന്നും പറഞ്ഞിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെപ്പറ്റി പ്രചരിപ്പിക്കുകയും ചെയ്തായിരുന്നു ഈ കേസ് കൊടുത്തതിന് ശേഷം. ഇപ്പോൾ നേരത്തെ നിങ്ങൾ പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്? അതെ, നേരത്തെ പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു. ജൂണിൽ കംപ്ലൈൻറ്റ് കൊടുത്താണ്. ഇതിന് ശേഷം ആരെങ്കിലും നിങ്ങളെ ബന്ധപ്പെടുകയോ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഈ പരാതിയൊക്കെ പെട്ടതിന് ശേഷം എന്തെങ്കിലും ഫോണിൽ കൂടെ? ഇല്ല, ഒന്നും വന്നിട്ടില്ല. ഇല്ല, ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി നമ്മളെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്താൻ നോക്കിയതേ ഉള്ളൂ. സംഭവം നടന്ന് കൃത്യം ഏത് വർഷമാണെന്ന്? 2023 നവംബർ, ഡിസംബർ. നവംബർ 17 ഞാൻ ദുബായ് നിർത്തി നാട്ടിൽ പോകുന്നു. സിനിമയിൽ അഭിനയിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല, സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് സിനിമയിൽ നമുക്ക് ചാൻസ് തരാമെന്നും പറഞ്ഞ് പുറത്തുനിന്ന് വിളിച്ചേക്കുന്ന ഒരു വ്യക്തിയാണ് നടൻ നിവിൻ പോളിക്കെതിരെ. അപ്പോൾ അതാണ് പരാതിക്കാരിയായ യുവതി പറയുന്നത്. എബിൻ ജോസ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. എബിൻ, ഇപ്പോൾ നിവിൻ പോളിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞതേയുള്ളൂ. ഈ പരാതിക്കാരിയെ തനിക്കറിയില്ല എന്നാണ് നിവിൻ പോളി പറഞ്ഞത്. നിയമ പോരാട്ടം നടത്തും എന്ന് പറയുന്നുണ്ട്. തെറ്റായ ആരോപണങ്ങൾ എന്ന് പറയുന്നു. ഈ പെൺകുട്ടി, ഈ യുവതി പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഇപ്പോൾ കേട്ടതനുസരിച്ചാണെങ്കിൽ ദുബായിൽ വെച്ച് നടന്ന സംഭവമാണ്. നേരിട്ട് അതുമായി ബന്ധപ്പെടുത്തുന്നത് ശ്രേയ എന്നൊരാളാണെന്ന് പറയുന്നു. അതിനുശേഷം എന്തുണ്ടായി എന്നാണ് യുവതി വിശദീകരിക്കുന്നത്. എബിൻ,
ഉന്മേഷ്, യുവതി ദുബായിൽ ജോലി ചെയ്തിരുന്ന ഒരാളായിരുന്നു. ഈ ജോലിക്കിടയിൽ മറ്റൊരു വിദേശത്തേക്ക് പോകാൻ വേണ്ടി ഒരവസരം ലഭിച്ചു. അവസരം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അതിന് ഇടനില നിന്നത് ശ്രേയ എന്ന് പറയുന്ന, ഈ പ്രതിപട്ടികയിലുള്ള ശ്രേയ എന്ന് പറയുന്ന ആളാണ്. ആ ശ്രേയ മുഖാന്തരമായിരുന്നു ഈ യൂറോപ്പിലേക്ക് പോകാനായിരുന്നു യുവതി കരുതിയിരുന്നത്. പക്ഷേ അത് പണം നൽകുകയും ചെയ്തു. എന്നാൽ അത് നടക്കാതെ വന്നു. അപ്പോഴാണ് ഈ പണം തിരികെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് വേണമെങ്കിൽ സിനിമയിൽ ഒരു അവസരം ഒപ്പിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രേയ ബന്ധപ്പെടുന്നു. അങ്ങനെയാണ് ഈ സുനിൽ എന്ന് പറയുന്ന നിർമ്മാതാവുമായി പരിചയപ്പെടുന്നത്. ഈ നിർമ്മാതാവ് മുഖേനയാണ് അവരെല്ലാവരും ഒരു ഗ്യാങ് ആണ് എന്നാണ് ഈ യുവതി ആരോപിക്കുന്നത്. നിവിൻ പോളി അടക്കമുള്ള ആളുകൾ, ഈ പ്രതിപട്ടികയിലുള്ള ആളുകളെല്ലാം ഒരു ഗ്യാങ് ആണ്. ഈ നിർമ്മാതാവ് പലപ്പോഴായി പറഞ്ഞു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ളതാണ് യുവതി ആരോപിക്കുന്നത്. അങ്ങനെയാണ് ദുബായിൽ വെച്ച് നിവിൻ പോളി ശാരീരികമായി ഉപദ്രവിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ നിർമ്മാതാവും ഉൾപ്പെടെയുള്ളവർ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട്, മയക്കുമരുന്ന് നൽകിയൊക്കെ ഉപദ്രവിച്ചു എന്നുള്ളതാണ് യുവതിയുടെ ആരോപണം. ഏതായാലും ആ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ തന്റെ കുടുംബത്തെയും സോഷ്യൽ മീഡിയയിലൂടെ ഉൾപ്പെടെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങളും യുവതി പറയുന്നു. നേരത്തെ ഈ കാര്യം ഉന്നയിച്ച് ലോക്കൽ പോലീസിൽ പരാതി നൽകിയതാണ്. പക്ഷേ ഈ കൃത്യം നടന്നത് ദുബായിലായതുകൊണ്ട് അന്വേഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോലീസ് ഒഴിവാക്കി എന്നുള്ള ഒരു ആരോപണം കൂടി യുവതി ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ഊന്നുകൽ പോലീസാണ് ഇതിൽ FIR ഇട്ടിരിക്കുന്നത്. യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. SITക്ക് ഈ കേസ് കൈമാറുമെന്നുള്ളതാണ് ഊന്നുകൽ പോലീസ് പറയുന്നത്. ഏതായാലും യുവതി പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. ആരോപണങ്ങൾ നിവിൻ പോളി നിഷേധിക്കുമ്പോഴും ഈ അന്വേഷണം നടക്കട്ടെ, അന്വേഷണം നടത്തി കൃത്യമായി കണ്ടെത്തട്ടെ എന്നുള്ളതാണ് യുവതിയുടെ ഭാഗത്തുനിന്ന് പറയുന്നത്. ഉന്മേഷ്, എബിൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.